പക്ഷെ ഇതിന്റെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അമ്മാതിരി അലോയ്സ് ആണ് കയറ്റി അത്യാവശ്യം ഒരു പൈസ ഇറക്കിയിട്ടുണ്ട്. 22 മോഡൽ 28,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ടോപ്പ് എൻഡ് ടർബോ വണ്ടിയാണ്. വളരെ റേഞ്ച് ഇതിപ്പോ ഡീസൽ മാനുവലാണ്. 7 സീറ്ററിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൈലേജ് കിട്ടുന്നു. മൈലേജ് കിട്ടും, 18-19 കിട്ടും. ആ റേഞ്ച് മൈലേജും കിട്ടും. പിന്നെ ഇതിന്റെ ഏറ്റവും ബാക്ക് സീറ്റ് എപ്പോഴും പറയുന്നതാണ്, വീണ്ടും പറയണം, ഏറ്റവും ബാക്ക് സീറ്റ് അത്യാവശ്യം സൗകര്യമുണ്ട്. വെറുതെ കാല് വെച്ച് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ഫീൽ അല്ല. എന്റെ സേവനങ്ങൾക്ക് പെരുത്ത് ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി ഞാൻ പറയുന്നില്ല. 4,000 പില്ലേഴ്സിലില്ല, തോന്നുമല്ല, സീറ്റുമേ വരുന്നുണ്ട്. ഫ്രണ്ട് 2 പില്ലേഴ്സിൽ വരുന്നില്ല. 4,000 രൂപയ്ക്ക് വരുന്നുണ്ട്. 2022 മോഡലാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ നമ്മൾ ക്യാപ്സിൽ വെച്ചിട്ട് നമ്മൾ 2025 ആദ്യത്തെ വീഡിയോ ചെയ്യാൻ പോവാണ്. അനസാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. ഓക്കെ, ആണെങ്കിലും എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ. അത്രയേ ഉള്ളൂ. ക്യാപ്സൺ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂർ മീഞ്ചന്ത ബൈപ്പാസ്. മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസിൽ ഒരു സെൻട്രലായിട്ട് വരും ഏകദേശം. വീണ്ടും എപ്പോഴും പറയുന്ന പോലെ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിന്റെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലൊക്കേഷൻ വരുന്നത്, കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. അറിയാലോ ഏതൊക്കെ സെഗ്മെന്റ് ആണെന്നുള്ളത് പുറകിൽ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഓൾറെഡി അറിയാം. കാറ്റഗറി SUV സെഗ്മെന്റ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. അനസേ, എന്തായാലും നമ്മള് 2025 ഫസ്റ്റത്തെ വീഡിയോ നല്ലൊരു വിലക്കുറവിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണുള്ളത്, അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം കുറച്ചിടാൻ വേണ്ടി. അതെ, ന്യൂ ഇയേഴ്സിന്റെ ഓഫറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഓരോ വണ്ടി ഇട്ടിട്ടുള്ളത്. ഒരുപാട് പുതിയ വണ്ടികളുണ്ട്, വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. ഓക്കെ, എന്തായാലും ഡീറ്റെയിൽ കണ്ടുപോകാം വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നമ്മൾ ഏകദേശം 6 ലക്ഷത്തിലേക്ക് നടന്നെടുക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മറന്നു. അതെ, ഓക്കെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാ കമൻസും വായിച്ചാൽ മുന്നോട്ട് പോകും. അപ്പോൾ ഒന്ന് എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടോ അതൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം തന്നെ കിയ സോണറ്റ് ആണ്. ഒരു ബ്ലാക്ക് കളർ വാഹനം. ബ്ലാക്ക് എഡിഷൻ ഒന്നുമല്ലോ? അല്ല, ബ്ലാക്ക് എഡിഷൻ ഉണ്ടോ സോണറ്റിന്? ഇല്ല, വെറുതെ പറഞ്ഞ. അപ്പോൾ ഇത് KL 60 രജിസ്ട്രേഷൻ, കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. അതെ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2022 മോഡൽ 10ാം മാസം വണ്ടിയാണ്. ഇത് IMT പെട്രോൾ HTK പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിന്റെ താഴേക്ക് താഴെ അല്ലേ? അതെ, സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതായത് HTX ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവില്ല. ബാക്കിൽ ഹാൻഡ് റെസ്റ്റ്, വെന്റിലേഷൻ സീറ്റ് ഓൾറെഡി HTX ഇല്ല, ഫുൾ ഓപ്ഷനിലേ വരുന്നുള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല ഫുള്ളായിട്ട്. ആകെ ഈ 2 ഡിഫറൻസുകളൊക്കെ തന്നെ കാര്യമായിട്ടുള്ളൂ. 6 എയർ ബാഗിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്. 4 6 ഉള്ളത്? 4 എയർ ബാഗ് ഉണ്ട്. 6 ഉണ്ടാവുന്നല്ലോ. ആണോ? 4 എയർ ബാഗ് ഉള്ളൂ. 4 എയർ ബാഗ്. പില്ലേഴ്സിലില്ല, തോന്നുമല്ല, സീറ്റുമേ വരുന്നുണ്ട്. ഫ്രണ്ട് 2 പില്ലേഴ്സിൽ വരുന്നില്ല. 4 എയർ ബാഗ് വരുന്നുണ്ട്. 2022 മോഡലാണ്. STK പ്ലസ് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. കിലോമീറ്റർ എത്ര ഓടി? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ 2025 10ാം മാസം വരെ ഓൾറെഡി വാറന്റി ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇനി ഒക്ടോബർ വരെ ഉണ്ട്, 25 ഒക്ടോബർ വരെ ഉണ്ട്. അതിനുശേഷം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഓണർഷിപ്പ് നിങ്ങൾ ആവുകയുള്ളൂ അല്ലേ? എടുക്കുന്നവരാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 9,15,000 രൂപയാണ് ചോദിക്കുന്നത്. 9,15 STK പ്ലസ് 2022 മോഡൽ അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടിയിലുള്ള ഒരു ബ്ലാക്ക് സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുകയാണ്. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 20,000 ലോ കിലോമീറ്റർ ആണ് അല്ലേ? ഓക്കെ, ലോൺ എത്ര കയറും? നമുക്കൊരു 85-90% വരെ നമുക്ക് ലോൺ ചെയ്യാനും പറ്റും. ഓക്കെ, വില നിങ്ങൾ പറഞ്ഞു, ഒന്നും കൂടി ഫൈനൽ നമുക്ക് ചെറിയൊരു മാറ്റം കൂടി ചെയ്തു കൊടുക്കുക. കാരണം എല്ലാത്തിനും ഇപ്പോൾ ഈ വീഡിയോ പ്രമാണിച്ചിട്ട് ഫൈനലാക്കിയതാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു ചെറിയ നീക്കോക്കും കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. സോണറ്റ് ആണ്, റെഡ് സോണറ്റ്, KL 23 രജിസ്ട്രേഷൻ വണ്ടി. ഇത് സെയിം ഓപ്ഷൻ തന്നെയാണ് നേരത്തെ. ഇത് HTX ആണ്. X ആണ് അല്ലേ? അതായത് ബാക്കിൽ മറ്റേ ഹാൻഡ് റെസ്റ്റ് വരും. അതേ വ്യത്യാസമുള്ളൂ തോന്നുന്നു. കാര്യമായിട്ട് അതൊക്കെ തന്നെ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ എയർ ബാഗും ഒക്കെ സെയിം തന്നെയാണ്. ഇത് IMT തന്നെ. ഇത് IMT ആണ്. ഇത് 2021 ആണ്. പെട്രോൾ IMT.
ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിലോമീറ്റർ ആണ്. വെറും 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. വാവ്, ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. അതെ അതെ അതെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വാഹനമാണ്. ഓക്കെ. IMT എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. അതെ അതെ അതെ. ഗിയർ നമ്മളെല്ലാ വീട്ടിലും പറയുന്നത് ഗിയർ മാറ്റാൻ ക്ലച്ച് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഗിയർ നമുക്ക് നോർമലി മാറ്റി പിടിക്കാവുന്നതാണ്. ഇതിൻ്റെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, ഇപ്പോൾ ഈ അടുത്തൊരു കസ്റ്റമർ നമ്മളടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് പ്യുവർ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ട് ആക്സിഡൻ്റ് ആയി. അതുകൊണ്ട് ഇനി ഓട്ടോമാറ്റിക് വണ്ടി വേണ്ട, എന്നാൽ ക്ലച്ച് ഇട്ട് ചവിട്ടാനും പറ്റില്ല, അതുകൊണ്ട് IMT നല്ല ഓപ്ഷൻ ആറിട്ട് പുള്ളി ഇപ്പോൾ ഇവിടെ IMT. അത് നല്ലൊരു ഓപ്ഷൻ ആണല്ലേ. യെസ്, ഓട്ടോമാറ്റിക് എന്ന് പറയാം. ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ പുതിയ ഹൈവേ യെസ് യെസ് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അത് മാനുവലിൽ തന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് കൂടിയാണ് പിന്നെ പറയണ്ട. ഒന്നും പറയാതെ ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഓപ്ഷൻ ഇപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ എന്ന്. അത് നല്ലൊരു ഓപ്ഷനാണ്. ഓഫായി പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിപ്പോൾ വെറും 8000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. വാറണ്ടി ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? ഇത് കമ്പനി വാറണ്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എനിക്ക് ഒന്ന് 2 മാസം അങ്ങനെ എന്തേ ഉള്ളൂ ബാലൻസ്. ഓക്കെ, ഇപ്പോൾ കഴിയും. ഓക്കെ. 21 മോഡൽ, 8000 ലോ കിലോമീറ്റർ ആണ്. HTX ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ IMT ഗിയർ ബോക്സ്. വാറണ്ടിയുടെ പേടിക്കേണ്ട, 1 ഇയർ നമ്മുടെ ഷോറൂമിന്റെ എഞ്ചിനും ഗിയർ ബോക്സിനും എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കസ്റ്റമേഴ്സിന് ആ ഒരു കാര്യത്തിൽ പേടിക്കാനുണ്ടാവില്ല. ബാക്കി പിന്നെ ഓയിൽ ചേഞ്ചും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കമ്പനി വാറണ്ടി എന്ന് പറയുമ്പോൾ പല കോമ്പോണൻസ് കവറാകും. അതെ അതെ, എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രമല്ല, ഇലക്ട്രിക്കൽ എല്ലാം കവറാകും. അപ്പോൾ ഇതിനിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? നമ്മൾ ചോദിക്കുന്നത് 9,90,000 രൂപ. 9,90,000, 21, 8000 കിലോമീറ്റർ ഓടി HTX സോണറ്റ് പെട്രോൾ. സോണറ്റ് IMTന്റെ മൈലേജ് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 തൊട്ട് 15 വരെയാണ് നോർമൽ പെട്രോൾ വണ്ടിയുടെ നോർമൽ മൈലേജ്. അതിപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് IMT സോണറ്റ്. നമുക്കൊരു 16 വരെയൊക്കെ കിട്ടും. നോക്കി ഓടിച്ചാൽ കിട്ടും. ഓക്കെ, അതാണ് എൻ്റെ മാറ്റം. ലോണും 90% കയറുമല്ലോ, സുഖമായിട്ട് കയറും. ഓക്കെ. എന്തായാലും ലോ കിലോമീറ്റർ വണ്ടി വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചു. അതെ, 7 സീറ്റർ ആണ്. കിയ കാരൻസ് KL64 ചാലക്കുടി ആയിരിക്കാം അല്ലേ? അതെ, ആണല്ലോ. എങ്ങനെയാ ഇത് 2022 മോഡല് ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. പ്രസ്റ്റീജ് ആണ് ഓപ്ഷൻ വരുന്നത്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2022 ഡീസൽ മാനുവൽ പ്രസ്റ്റീജ് ഫുൾ ആണോ? അല്ല, പ്രസ്റ്റീജ് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. ബേസിന്റെ ഒക്കെ മുകളിലായിട്ടാണ് വരാം. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ 8 സീറ്റർ ആണ് ആക്ച്വലി വണ്ടി വരുന്നത്. പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എയർബാഗ് എണ്ണവും കൂടും, സീറ്റ് വെന്റിലേഷൻ വരും. അലോയ്സിൽ വരുന്നില്ല. അപ്പോൾ അലോയ്സ് ഒക്കെ വരും അതിൽ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ. ഇതിപ്പോൾ ഡീസൽ മാനുവലാണ്. 7 സീറ്ററിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൈലേജ് കിട്ടുന്നില്ല. മൈലേജ് കിട്ടും, 18-19 കിട്ടും. ആ റേഞ്ച് മൈലേജും കിട്ടും. പിന്നെ ഇതിന്റെ ഏറ്റവും ബാക്ക് സീറ്റ് എപ്പോഴും പറയുന്നതാണ്, വീണ്ടും പറയണം, ഏറ്റവും ബാക്ക് സീറ്റ് അത്യാവശ്യം സൗകര്യമുണ്ട്. വെറുതെ കാല് വെച്ച് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ഫീൽ അല്ല, അത്യാവശ്യം സ്പേസ് ആണ്. ബാക്കി ഏതൊക്കെയോ വണ്ടികളിൽ ബേബി സീറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം സൗകര്യമുള്ള. ഇതിലങ്ങനെ വരുന്നില്ല. 22 ഓട്ടോ എത്രയാ പറഞ്ഞേ? 41,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. ഡീസൽ വണ്ടി 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലേ, എടുക്കാൻ പറ്റിയ. വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ, നോർമലേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 6,000-7,000 രൂപ ഉണ്ടെങ്കിൽ ഇയർലി സർവീസ് നമുക്ക് ചെയ്തു പോകും. പീരിയോഡിക് സർവീസ്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? നമ്മൾ ചോദിക്കുന്നത് 13,15,000 ആണ്. അതിൽ ചെറിയ മാറ്റം നമുക്ക് ചെയ്ത് കൊടുക്കാം. 13-15 2022 ഒരു 7 സീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? അതെ. ഓക്കെ, മാക്സിമം ലോണും കിട്ടും. മാക്സിമം ലോണും കിട്ടും. ഓക്കെ. വീണ്ടും KN കിയ സെൽറ്റോസ് ആണ്. KL5 കോട്ടയം വണ്ടി. പക്ഷേ ഇതിന്റെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അമ്മാതിരി അലോയ്സ് ആണ് കയറ്റി വെച്ചത്. നല്ല അടിപൊളി അത്യാവശ്യം ഒരു പൈസ ഇറക്കിയിട്ടുണ്ട്. ടിൻറ്റും കാര്യങ്ങളും പിന്നെ ഇന്റീരിയറിൽ ഒരു എന്താ ലൈറ്റ് അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ പറയില്ലേ, ഓക്കെ, ആ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. പിന്നെ അടി തട്ടാതിരിക്കാനും ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലും ഉണ്ട് അത്. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2022 മോഡലാണ്. ഡീസൽ മാനുവൽ HTX ആണ് വണ്ടി വരുന്നത്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ മാനുവൽ വീണ്ടും വന്നു. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന 20ന്റെ മുകളിൽ കിട്ടുന്ന ഏകദേശം 2022 വണ്ടിയാണ്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ ടിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക,
അത്യാവശ്യം കൂളിംഗൊക്കെ കിട്ടും, വെയിലൊന്നും കൊണ്ട് പോകണ്ട. HTX ആണ് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ അല്ല, X+ അല്ല ഇത് വരുന്നത് GT ലൈൻ. ഇത് HTX ആണ്, അതായത് 360 ഡിഗ്രി ക്യാമറയും വെന്റിലേഷൻ സീറ്റും ഉണ്ടാവില്ല, ബാക്കിയുള്ള ഇതെല്ലാം ഉണ്ടാവും. അതിൽ തന്നെ ഒറിജിനൽ അലോയ്സ് മാറ്റിയിട്ട് അവര് നല്ല അടിപൊളി അലോയ്സ് സാധനം കയറ്റിയിട്ടുണ്ട്, കുറച്ച് വൈഡും ടയേഴ്സും ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ അടിപൊളിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം 4-10 വണ്ടി ഉണ്ട്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ മര്യാദയ്ക്ക് കാണിച്ചു തരാം. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ല. വാറണ്ടി ഇപ്പോൾ വാറണ്ടി 2025 4 മാസം വരെ, ഈ വർഷം 4 മാസം വരെ. അത് വേണം എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും നമുക്ക്. പറ്റും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 15,45,000 രൂപ. 15,45 ഒരു അടിപൊളി ഡീസൽ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും 2022 മോഡൽ. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 54,000 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓട്ടോ. പറഞ്ഞു. ഓക്കെ, 54,000 രൂപയുടെ ഈ ഒരു സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 12-12.25 ലോൺ കിട്ടും. 13 വരെ എന്തായാലും ലോൺ കയറും. അത്രയും കയറും? എന്തായാലും കയറും, 13ന്റെ മുകളിൽ കയറും. 13.5 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ ഫുൾ ലോൺ കൊടുത്തൂടെ? ഇല്ല, ഫുൾ ലോൺ അത് പറ്റൂല, അത് ഓഫറായി പോകും, അഹങ്കാരമായി പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2022 മോഡൽ ഓട്ടോമാറ്റിക് സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് ആട്ടോ വണ്ടി. ഫുള്ളിന്റെ തൊട്ട് താഴെ, ഫുൾ ഹൈബ്രിഡ് അല്ല, സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. എന്നിരുന്നാലും ഒരു 18-19 റേഞ്ചൊക്കെ സ്ട്രൈറ്റ് റോഡ് നമുക്ക് മൈലേജ് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വാഹനം വരുന്നത്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇല്ല, എക്സ്റ്റൻഡ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 22 11 മാസമാണ്. 25 11 മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ട്. മാനുവൽ ഓട്ടോമാറ്റിക് സീറ്റാ. ഓട്ടോമാറ്റിക് സീറ്റാണ്. എത്ര കിട്ടുന്നുണ്ട് മൈലേജ്? 17 തൊട്ടിട്ട് 18-19 വരെയൊക്കെ സ്ട്രേറ്റ് റോഡ് കിട്ടുന്നുണ്ട്. മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, ഓടിച്ച് പരിചയമുള്ളവരുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് എത്ര വരുന്നുണ്ടെന്ന് അറിയാനാണ് കറക്റ്റ്. ഓക്കെ, സാധാരണ ഇങ്ങനത്തെ ഒരു വണ്ടി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു 11 to 14 കിട്ടുള്ളൂ. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ്. പിന്നെ ഫുള്ളി ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ വീണ്ടും കൂടും, 24-25 മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു വാഹനമാണ്. എത്ര കൊടുക്കാൻ പറ്റുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 15,65,000. 15,65 2022 സീറ്റ സ്മാർട്ട് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് ഗ്രാൻഡ് വിറ്റാര. ഗ്രാൻഡ് വിറ്റാര നിങ്ങൾക്ക് കൊണ്ടുപോകാം. 90% ലോണും കയറും. ഇപ്പോൾ വാറണ്ടി അങ്ങനെ ഒന്നും ഇല്ലല്ലോ? കമ്പനി, അതാ ഞാൻ പറയാം, കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് ഇപ്പം ഉണ്ടല്ലോ നിലവിൽ. ഇനി 10 മാസം 14 മാസത്തെ വാറണ്ടി ബാക്കിയുണ്ട്. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. അടുത്ത വണ്ടി ഇതാ അൽക്കാസർ ആണ്. KL 22 രജിസ്ട്രേഷൻ. സംഭവം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇരുടായി കാണുന്നില്ലേ? ഒരു ഡെലിവറി കഴിഞ്ഞാണ്, ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇനി വേണം ബാക്കിയുള്ള ഇന്ത്യൻ എക്സ്റ്റീരിയറൊക്കെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെ ആദ്യമേ ക്ഷമ വെക്കുന്നു. ഫോട്ടോസ് ക്ലിയർ. നേരത്തെ വീഡിയോസ് ഒക്കെ നല്ല ലൈറ്റ് തന്നെയാണ്. ഒരു ഡെലിവറി ചെറുതായിട്ട് ഓക്കെ, ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2022 മോഡലാണ്. സിഗ്നേച്ചർ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓക്കെ, പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 2022 ആയതുകൊണ്ട് തന്നെ 3 വർഷമാണ് കമ്പനി വാറണ്ടി ഉണ്ടാവുക. അത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും നമുക്ക്. 6 or 7 ഇത് വരുന്ന 7 സീറ്റർ ആണല്ലോ. 7 സീറ്റർ ആണ് വണ്ടി വരുന്നത്. ഇതിൽ തന്നെ 6 വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ഇത് 7 സീറ്റർ. വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ ഒന്നുമില്ലല്ലോ? അല്ല, നിലവിൽ ഇപ്പോൾ 2025 വരെ ഉണ്ട് വാറണ്ടി. 25 8 മാസം വരെ. 8 മാസം വരെ വാറണ്ടി. 2 വർഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. എത്ര കൊടുക്കാൻ പറ്റും? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന 6,90,000 രൂപ. 6,90,000 ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് 2022 മോഡൽ അൽക്കാസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഒരു 7 സീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 10 to 13 ഒക്കെ കണ്ടാൽ മതി. 10 to 13 അങ്ങനെ അതിൻ്റെ വില ഉണ്ടാവോ? ഇല്ല, അങ്ങനെ കിട്ടുള്ളൂ. വെറുതെ കുറേ വാരിക്കോരി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. റിനോ കൈഗ് അടുത്ത വാഹനം. KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ വണ്ടി. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ. ഓക്കെ, അതായത് എക്സെഡ് ഇങ്ങനെ എക്സെഡ് ആണോ? RXZ. യെസ്, പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. RXZ എക്സ്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. ടെർബോ. ഇത് 2022 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്.
22 മോഡൽ 28,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ടോപ്പ് ആൻഡ് ടർബോ വണ്ടിയാണ്. 1 ലിറ്റർ റേഞ്ച് വരുന്നത്. സ്റ്റൈലിഷ് അല്ലേ? സ്റ്റൈലിഷ്. ഇത് മാഗ്നൈറ്റ് ഒക്കെ സെയിം ആണ്. എഞ്ചിൻ വൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഡിസൈനിൽ വ്യത്യാസം ഉണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ മാഗ്നൈറ്റ് നോക്കുന്നവരുണ്ടെങ്കിലും ഇത് നോക്കാം. രണ്ട് സ്റ്റൈലിഷ് ആണ് അല്ലേ? ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്റ്റൈലിഷ് ആണ്. ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. വയർലെസ് ചാർജറും ഇന്റീരിയർ ഒക്കെ നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ CVT ഗിയർ ബോക്സും ആണ്. വലിയ ലാംഗ്വേജ് പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ഉണ്ടാവില്ല. 28,000 രൂപ 2022 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ്. എത്ര കൊടുക്കാം? ഇതിപ്പോൾ റേറ്റ് നമ്മൾ വയ്ക്കുന്നത് 7,65,000. 7,65 അല്ല? ഓക്കെ. പ്രൈസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാറ്റം എല്ലാം ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി കുറച്ച് ഇട്ടതാണ്, വീഡിയോക്ക് വേണ്ടി ചെയ്ത റേറ്റാണ്. ഓക്കെ ഓക്കെ. ഒന്നും കൂടി ചെറിയൊരു മാറ്റം ഞാൻ ചെയ്യാം. ഓക്കെ. 7,65 ചോദ്യമാണ്. ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് ടർബോ എഞ്ചിൻ വരുന്നത്. 13 ലക്ഷത്തി സംതിങ് വരുന്ന ഉണ്ട്. അതാണ്. ഓക്കെ. 7 lakh ലോൺ കിട്ടും. ഒരു 50 ഇട്ടിട്ട് ₹1 ഇടയിൽ അടിച്ചാൽ ബാക്കി ലോൺ കയറും. 1 ലിറ്റർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൈലേജും കിട്ടും. ഒരു മൈലേജ് സിറ്റിയിൽ കുറവാണ്. എനിക്ക് തോന്നുന്നൊരു 13 to റേഞ്ച് 16-17 വരെ കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ ജീപ്പ് കോമ്പസ് വന്നിരിക്കുകയാണ്. ഇതെന്താ ഗ്രാഫൈറ്റ് ബ്ലാക്കോ? എന്താ ഇത് കളർ? ബ്ലാക്ക് തന്നെയല്ലേ? ലൈറ്റിന്റെ ഇതിൽ രണ്ട് ഇതാ പറഞ്ഞത് കറക്റ്റ് വെളിച്ചത്തിലൊക്കെ വീഡിയോ. സോറി. എങ്ങനെയാ കാര്യങ്ങൾ പറ. ഇത് 2021 മോഡലാണ്. ഡീസൽ മാനുവൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആനിവേഴ്സറി D80D എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ആനിവേഴ്സറി എഡിഷൻ ആണല്ലോ. 80D എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് 21 മാത്രം ഇറക്കിയിട്ടുള്ള ഓപ്ഷനാണ്. അത് എന്താ പ്രത്യേകത? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് പ്ലസിനും എസിനും നടുവിലായിട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത്. അതായത് പുതിയതിന് 3380 വില വന്നിരുന്ന വണ്ടിയാണ്. 21 വില വന്നിരുന്നു. മാനുവൽ ഡീസൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അതെ. ഒരു 14-15 ഒക്കെ ലോങ് മൈലേജ് കിട്ടും. കിട്ടും. ലോങ് ഒക്കെ മൈലേജ് 16-17 കിട്ടുന്നുണ്ട്. ഓക്കെ. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. പനോരമിക് സൺറൂഫ് കാര്യങ്ങൾ, പുഷ് ബട്ടൺ എല്ലാം വരുന്നത്. കാര്യങ്ങളല്ലാണ്ട് എന്നല്ല, കാര്യങ്ങൾ PDF ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഇത് കസ്റ്റമർ എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ആയിട്ട് കിട്ടില്ല, അവിടെ പോയാലേ നമുക്ക് പറഞ്ഞു തരേ ചെയ്യുള്ളൂ. അത് നമുക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊരു കാര്യം വന്ന് മുമ്പത്തെ കുറച്ച് വീഡിയോസിൽ കണ്ടിരുന്നു, എൻ്റെ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തത് അത്രേ ഉള്ളൂ നീ എങ്ങനെ പറയുന്നുണ്ട്? അത്രേ ഉള്ളൂ. അത് ശീലമായി പോയി എന്നെ കൊണ്ട്. നിങ്ങൾ പറയുന്നതാണോ? ഞാൻ എൻ്റെ കാര്യമാണ്. മനസ്സിൻ്റെ വേറെ ഉണ്ടല്ലോ. ഉണ്ട് എന്തൊക്കെയോ ചില്ലറ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ മാറ്റാൻ ശ്രമിക്കാം. ഇതിപ്പോൾ എത്ര കൊടുക്കും? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 17,90,000 രൂപ. 17,90,000 2021 ആനിവേഴ്സറി എഡിഷൻ വണ്ടി, ഡീസൽ വാഹനം. ഒരു 90% ലോണും കിട്ടുമല്ലോ? എന്തായാലും കിട്ടും. 90-95% ലോൺ കിട്ടും. ഓക്കെ. ജീപ്പാണ്. അത്യാവശ്യം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. മെയിൻ്റനൻസ് വെച്ചാൽ പൈസ നമ്മൾ കമ്പനി സർവീസ് ചെയ്തെടുക്കുമ്പോൾ ഒരു 25,000-30,000 ഒക്കെ കാണേണ്ടി വരില്ലേ? നോർമൽ സർവീസ് ഉണ്ടാവില്ല. നോർമൽ സർവീസ് ഒരു 15 രൂപ ആ റേഞ്ച് മതി. അതിനൊന്നും പോരല്ലോ. 15 മതി. നോർമൽ സർവീസ് അത് മതി. ഓയിൽ സർവീസ്, ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ 15 രൂപേൻ്റെ ഉള്ളിൽ തീരും. പിന്നെ മേജർ സർവീസ് ഉണ്ടാവും 60, 120. പിന്നെ ഇതിലൊന്നും നിൽക്കില്ലല്ലോ. അത് പിന്നെ 35-40 രൂപ അതിൻ്റെ അടുത്ത് 35 രൂപ ആണ്. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് വോക്സ്വാഗൺ ടൈഗോൺ. ഒരു ഐക്കോണിക് കളർ. എങ്ങനെയാ ഇത് 2021 മോഡൽ 22 രജിസ്റ്റർ 11 മാസമാണ് വണ്ടി വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ടോപ്പ് ലൈൻ ആണ് വണ്ടി വരുന്നത്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്. 1 ലിറ്റർ എഞ്ചിൻ. 1 ലിറ്റർ ടെർബോ. 1 ലിറ്റർ ടർബോ ആണ്. ഏറ്റവും ടോപ്പ് വെന്റിലേഷൻ സീറ്റ്, എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വയർലെസ് ചാർജർ. ഓക്കെ. പിന്നെ പാഡൽ ഷിഫ്റ്റ് എല്ലാം. അതെ, എല്ലാം ഉള്ളൊരു വണ്ടിയാണ്. ഓക്കെ. 80 ഗിയർ ബോക്സ് ആണ് ഇതിൽ വരിക. ഇതിന് മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്, DSG ഗിയർ ബോക്സ്. അതാണ് GT-യിലാണ് DSG ഗിയർ ബോക്സ് വരുന്നത്. ഇത് 80 ആണ് വരുന്നത്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 2026 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. അത് വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. എത്ര കൊടുക്കാം? റേറ്റ് ചോദിക്കുന്നത് 13,45,000 രൂപ. 13,45 അല്ല? ടോപ്പ് ലൈൻ. അതെ. 1 ലിറ്റർ ടർബോ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 12 to 15 വരെ എല്ലാത്തിനും ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ആ ഒരു കാറ്റഗറിയെ കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇത് നോക്കിയാലും കണ്ടല്ലോ ഓടിക്കണം, അല്ലെങ്കിൽ കുറയും. അത്രേ ഉള്ളൂ.
അപ്പോൾ തൽക്കാലത്തേക്ക് എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി. ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അനുസരിച്ച് വിളിക്കുക, ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം, എല്ലാം അയച്ചു തരും. ബാക്കി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ്, ലൈക്ക്, കമൻറ്റ് ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. 6 ലക്ഷം അല്ല എന്താണ് അതിങ്ങനെ ഇടക്കിടക്ക് പറയണ്ട, ബോധിപ്പിക്കണ്ട. വെറുതെ ആരെങ്കിലും കണ്ട് ചെയ്യട്ടെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വിട്ടുവരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, പറഞ്ഞല്ലോ ഏതായാലും.